ഒരുപാട് സെലിബ്രേഷൻ ഉള്ളൊരു സമയമാണല്ലേ ഇത്. ഓണം, നബിദിനം, അങ്ങനെ കുറേ സംഭവങ്ങൾ ഇപ്പോൾ നമുക്ക് അടുത്തടുത്തായിട്ട് വരുന്നുണ്ടല്ലോ. ഇന്നിപ്പം തിരക്കിട്ടൊരു കുട്ടി ഷോപ്പിങ്ങിന് പോവുകയാണ്. അപ്പോൾ നമ്മൾ ചാനലിലേക്ക് വെൽക്കം ചെയ്തിട്ടില്ലല്ലോ. അപ്പോൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എൻ്റേതൊരു പുതിയ ചാനലാണ്. മുൻപൊരു ചാനൽ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചെറിയൊരു പ്രശ്നം കാരണം അത് ഞാനിപ്പോൾ തൽക്കാലം ഒന്നും അതിലും വീഡിയോസ് ചെയ്യുന്നില്ല. അപ്പം ഇതിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ ഒരു സാരി നോക്കാൻ വന്നതാണ് കേട്ടോ. ജയലക്ഷ്മിയിലാണ് വന്നത്. അപ്പോൾ ഒരു ചെറിയ ബഡ്ജറ്റിലൊരു സാരി നോക്കാൻ വേണ്ടി വന്നതാണ്. അതിൻ്റെ മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ ഞാൻ സാരി ഉടുക്കാൻ എനിക്ക് ഒട്ടും അറിയില്ല കേട്ടോ. അപ്പോൾ ആരെങ്കിലും ഒരു സഹായമില്ലാണ്ട് അത് ഉടുക്കാനേ അറിയില്ല. അപ്പോൾ അതുകൊണ്ട് സാരി ഉടുക്കാൻ എന്നാൽ നല്ല ആഗ്രഹമുണ്ട്. അപ്പോൾ നമുക്കൊരു ഓണം സെലിബ്രേഷൻ വരുന്നുണ്ട്. അപ്പം എന്തായാലും ഒരു ചെറിയ അധികം ബഡ്ജറ്റില്ലാണ്ട് ഒരു സാരി വാങ്ങാമെന്ന് വിചാരിച്ചിട്ടോ. ഒരുപാട് സാരീസ് ഉണ്ട് കേട്ടോ. അതും നല്ല റേറ്റ് കുറവിലാണ് സ്റ്റാർട്ട് ചെയ്യുന്ന കുറേ സാരികളുണ്ട്. 300 രൂപയൊക്കെയുടെ സാരികൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഓർഗാൻസിലാണ് നോക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഇപ്പോൾ ഓർഗാൻസയിൽ കുറച്ച് കളക്ഷൻ കുറവാണ്, പിന്നെ റേറ്റും കുറവായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഏതായാലും ഓർഗാൻസ പിടിച്ചു. പിന്നെ ഒത്തിരി കളക്ഷൻസ് ഉണ്ട്. പിന്നെ സാരി ഇതുപോലെ ഹാങ് ചെയ്ത് വെച്ചത് കൊണ്ട് നമുക്ക് നോക്കാനും സുഖമാണല്ലേ. അവരെ കൊണ്ട് ഇങ്ങനെ എടുത്തിടിപ്പിച്ചിട്ട് നമുക്ക് ഇഷ്ടമായില്ലെങ്കിൽ അവരെന്ത് വിചാരിക്കും എന്നുള്ളൊരു കൺസെപ്റ്റ് ഉണ്ട് കേട്ടോ എനിക്ക്. കാരണം അവർക്ക് കുറേ നമുക്ക് എടുത്തിട്ട് വരുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഇഷ്ടമായിട്ടില്ലെങ്കിൽ അവർക്ക് ദേഷ്യമാവോ അങ്ങനെയൊക്കെ ഒരു തോട്ട് വരും. അതുകൊണ്ട് ആ ഒരു പ്രശ്നമില്ല കേട്ടോ ഈ ഒരു ഹാങ്ങിങ്ങിൽ. അപ്പോൾ ഇതാ ഞാൻ സാരിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ഇതിപ്പം അന്നത്തെ രാത്രിയിൽ നമ്മൾ കുറച്ച് ഫ്ലവേഴ്സൊക്കെ ഒന്ന് കട്ട് ചെയ്തിടാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ നമുക്ക് കുറച്ച് ടൈമേ പിറ്റേന്ന് ഉള്ളൂ. ഈ അപ്പാർട്ട്മെൻറ്റിലൊക്കെ ആകുമ്പം അവർ നമുക്കൊരു ടൈം തരും. അപ്പോൾ നമുക്കതിൻ്റെ ഉള്ളിൽ ചെയ്ത് തീർക്കാൻ കഴിയണം. അപ്പോൾ അതുകൊണ്ട് തന്നെ രാവിലെ ഫ്ലവേഴ്സിൻ്റെ ബുദ്ധിമുട്ടായതുകൊണ്ട് കുറേ ടൈം എടുക്കുന്നത് കൊണ്ട് കുറച്ചൊക്കെ രാത്രി ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് കട്ട് ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ ഇക്കാൻ്റെ കമ്പനിയിലെ സെലിബ്രേഷനാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമ്മുടെ കൊളീഗ്സാണ്. ഈ ഒരു പരിപാടി എല്ലാ വർഷവും ഉണ്ടാവാറുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ മുൻപ് UP-യിലായിരുന്നു. അപ്പോൾ അന്നപ്പം നമ്മൾ മലയാളികൾ ഭയങ്കരമായിട്ട് എല്ലാവരും ചേർന്നിട്ട് ഇതുപോലെ ഒരു സെലിബ്രേഷൻ ചെയ്യുമ്പോൾ എന്താ പറയുക, ആ ഒരു ഒത്തുകൂടലാണ് കേട്ടോ രസം. എല്ലാവരും കൂടി ചേർന്നിട്ടുള്ള ആ ഒരു ആഘോഷം. അങ്ങനെ അപ്പോൾ നമ്മൾ പിറ്റേന്ന് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു സാരിയാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. സത്യം പറഞ്ഞാൽ എനിക്ക് ഉറക്കം വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഈ സാരി എങ്ങനെ ഉടുക്കും എന്ന ഒരു ടെൻഷൻ കാരണം. ഇതിന് മുമ്പേ ഒരു പാർട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെ കൊണ്ട് ഉടുപ്പിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പം അങ്ങനെ ഒരുപാട് സാരി കളക്ഷൻ എൻ്റെ അടുത്ത് ഇല്ല കേട്ടോ. കാരണം ഞാൻ സാരി ഉടുക്കാത്തത് കൊണ്ട് സാരിക്കധികം അങ്ങനെ മുൻഗണന കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതും വെച്ചിട്ട് എന്താപ്പോൾ ചെയ്യാമെന്നറിയില്ല. കാരണം പുതിയ സാരിയാണ്. അപ്പോൾ ബ്ലൗസും കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പം ബ്ലൗസ് കട്ട് ചെയ്യണോ വേണ്ടേ എന്നൊക്കെ ഒരു ടെൻഷനിൽ അങ്ങനെ ഇരിക്കുകയായിരുന്നു. ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അവസാനം ബ്ലൗസ് കട്ട് ചെയ്തു. സാരിക്ക് എത്ര റേറ്റ് ഉണ്ടാവുന്ന നിങ്ങളൊന്ന് ഗസ് ചെയ്ത് നോക്കട്ടോ. ഞാൻ പറയാം കേട്ടോ ഇതിൻ്റെ റേറ്റ്. നിങ്ങളൊന്ന് ഗസ് ചെയ്ത് നോക്ക്. പിന്നെ ഇതിപ്പം ഈ ഒരു സാരീൻ്റെ എങ്ങനെ ഇത് ഞാൻ എടുക്കും എന്നുള്ളത് ടെൻഷൻ കാരണം ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് വരെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മളിന്ന് പുറത്തുനിന്ന് വാങ്ങിച്ചതാണ്. പിന്നെ സാരി ഇപ്പോൾ ഏതാ വാങ്ങുന്നൊന്നും മുൻപേ വലിയ ഒരു ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. എന്നാലും ഒരു ബ്രൗണോ ഒരു ഗ്രീൻ സാരിയോ എടുക്കണം എന്നായിരുന്നു ആഗ്രഹം. പക്ഷെങ്കിലും ഞാൻ വിചാരിച്ച ഒരു കളർ എനിക്ക് ആ ഒരു സംഭവം ഒന്നും എനിക്ക് അവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ബ്ലൗസ് ഞാൻ മുമ്പേ വാങ്ങിച്ചതാണ്. ഒരു റെഡും ബ്ലാക്കും ആയിരുന്നു വാങ്ങിച്ചത്. അതിൽ ബ്ലാക്ക് മാറിയിട്ട് ബ്ലൂ ആണ് കേട്ടോ വന്നേക്കുന്നത്. അപ്പം റെഡ് ഓക്കെയാണ് കേട്ടോ. ഇതിപ്പോൾ ഞാൻ സൈസ് കുറച്ച് അധികം വലുതായിട്ട് ഒന്ന് മാറ്റി വാങ്ങിച്ചതാണേ. അപ്പോൾ ഇതിപ്പം ഏകദേശം ഓക്കെ ആയിട്ടുണ്ട്. ഇത് റെഡിമെയ്ഡ് ബ്ലൗസാണ് കേട്ടോ, നമ്മുടെ ബനിയൻ ക്ലോത്ത്. അപ്പോൾ ഞാൻ ഈ ഒരു ടൈപ്പ് ബ്ലൗസാണ് മുൻപും ധരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് ഈ ഒരു ടൈപ്പ് ബ്ലൗസിനോട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇതാകുമ്പോൾ നമ്മുടെ ഫുൾ ബോഡി കവറായിരിക്കും. അങ്ങനെ അവിടെ പ്രശ്നമുണ്ടോ ഇവിടെ പ്രശ്നമുണ്ടോ ആ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. ഇതാകുമ്പോൾ മൊത്തം കവറായിട്ടിരിക്കും. പിന്നെ ഇത് കുറച്ച് ടൈറ്റായിട്ട് ഇരിക്കണം. കുറച്ച് ലൂസായി കഴിഞ്ഞാൽ നമ്മുടെ സാരി ഉടുത്തതും ആകെ ബോറായി പോവും. അതുകൊണ്ട് ഒന്ന് ടൈറ്റുള്ളത് എടുക്കുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. അപ്പം ഇതിൻ്റെ ബ്ലാക്കൊക്കെ ഒന്ന് വാങ്ങണമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അതാകുമ്പം എങ്ങനെയെങ്കിലുമൊക്കെ മാച്ചിങ് ആക്കിയിട്ട് നമുക്ക് ഒപ്പിച്ചെടുക്കാമല്ലോ. ഞാൻ ഈ ഒരു സാരിയുടെ സെയിം സംഭവം ഞാൻ ഒരിക്കലും ബ്ലൗസായിട്ട് ഉപയോഗിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാനൊരു സാധനം കൂടെ ആമസോണിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ.
ഇത് ലിപ്സ്റ്റിക്കാണ് കേട്ടോ. ഇത് ചെറിയ റേറ്റിന് ഇങ്ങനെ പല വെറൈറ്റി ആയിട്ടുള്ള കളർ കണ്ടപ്പോൾ വാങ്ങിച്ചതാണ്. അങ്ങനെ എപ്പോഴും ഒരൊന്നും ലിപ്സ്റ്റിക്ക് ഞാൻ ഉപയോഗിക്കാറില്ല. പക്ഷേങ്കിലും ഇങ്ങനെ എല്ലാം കൂടി ഒരുമിച്ച് കണ്ടപ്പം ഒരെണ്ണം വാങ്ങിച്ച് നോക്കാമെന്ന് വിചാരിച്ചതാണ്. ഒരു ഡാർക്ക് ഷെയ്ഡ് ലിപ്സ്റ്റിക്ക് വേണമെന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം ഈ ഒരു ബോക്സിൽ അതും ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും ഈ ഒരു സംഭവം ഒന്ന് വാങ്ങിച്ച് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഇതിന് 300 എത്ര രൂപയാണ് വരുന്നത്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ എങ്ങാനും കൊടുക്കാം. ആ ഒരു റേറ്റിന് ഇത് നല്ല വർത്താണ് കേട്ടോ. അപ്പോൾ ഇതിൽ അത്യാവശ്യം കളേഴ്സൊക്കെ ഉണ്ട് കേട്ടോ. ഇത് ലിക്വിഡ് ലിപ്സ്റ്റിക്കാണ്. അപ്പം നമ്മൾ എന്താ പറയുക, നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നമുക്കിത് എപ്പം വേണമെങ്കിലും എല്ലാ കളറും ഉണ്ടല്ലോ. ഞാനിത് യൂസ് ചെയ്യാറില്ല കേട്ടോ. അപ്പം വല്ലപ്പോഴൊക്കെ ആണെങ്കിലും ഒരു ആഗ്രഹമാണ് കേട്ടോ ഇതുപോലെ ഇങ്ങനെ ഇതൊക്കെ ഇങ്ങനെ നോക്കി കാണാനൊക്കെ എനിക്ക് വലിയ ഇഷ്ടമാണ്. അപ്പോൾ ഇനിയിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ സംഭവമൊക്കെ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പം ഒന്ന് ചായ കുടിച്ചിട്ട് വേണം സാരിയൊക്കെ ഒന്ന് ശരിയാക്കി എടുക്കാൻ കേട്ടോ. ഇപ്പോഴും മനസ്സിൽ ചായ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നുമല്ല കേട്ടോ, സാരി എങ്ങനെ ഉടുക്കും എന്നുള്ള ടെൻഷനാണ് എനിക്ക്. ഞാൻ മര്യാദയ്ക്ക് ബ്രേക്ക്ഫാസ്റ്റ് ശരിക്കും പറഞ്ഞാൽ കഴിച്ചിട്ടില്ല. ഞാൻ ഒറ്റയ്ക്ക് ഉടുക്കുന്നതായതുകൊണ്ട് എനിക്ക് നല്ല വെപ്രാളമുണ്ടായിരുന്നു. അപ്പോൾ സെറ്റ് ദോശയുണ്ട്, പിന്നെ നമ്മുടെ മസാല ദോശയുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കേട്ടോ. അപ്പം ഇന്നത്തെ സെറ്റ് ദോശ കുറച്ച് വെറൈറ്റി ആയിരുന്നു കേട്ടോ. സാധാരണ നമ്മൾ വാങ്ങിക്കുമ്പം ഈ ഒരു മസാല കാര്യങ്ങളൊന്നും ഉണ്ടാവാറില്ല. ഇന്നിപ്പം മൊത്തത്തിലൊരു മസാല മഴയാണ് കേട്ടോ ഈ ഒരു ദോശയിലുള്ളത്. അപ്പോൾ ഇനിയിപ്പം ചായയൊക്കെ കുടിച്ചിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം കേട്ടോ. ഇതിൽ തന്നെ 2 ടൈപ്പ് ഉണ്ട് കേട്ടോ. ഒന്ന് മസാല ഉള്ളതും പിന്നെ എന്തോ ഒരു ക്യാരറ്റോ അങ്ങനെ എന്തോ ഗ്രേറ്റ് ചെയ്തിട്ടുള്ള ഒരെണ്ണം കൂടെ ഉണ്ട്. പിന്നെ സാമ്പാറുണ്ട് കേട്ടോ. ഇതിപ്പോൾ നമ്മൾ സായി പാലസ് എന്നാണ് വാങ്ങിച്ചത്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ. ഇത് മോളെ ഡ്രസ്സാണ്. ഇതും നമ്മൾ ആമസോണിൽ തന്നെ വാങ്ങിച്ചതാണ് കേട്ടോ. ഇത് സ്കൂളിലേക്ക് എന്തോ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു, വൈറ്റ് ഡ്രസ്സ് വേണമെന്ന് പറഞ്ഞിട്ട്. ഇപ്പം സ്കൂളിലേക്ക് ഓരോ ദിവസം ഓരോ ഡ്രസ്സ് വേണമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ മെസ്സേജ് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ വാങ്ങിച്ചതായിരുന്നു. അപ്പം പക്ഷേങ്കിലും സൈസ് അത്ര റെഡിയല്ല, കുറച്ച് ലൂസാണ്. ആദ്യം ഞാൻ വിചാരിച്ചത് ഇതിൻ്റെ ബ്ലൗസ് കട്ട് ചെയ്യാതെ തന്നെ ഇത് ഉടുത്തെടുക്കാമെന്നായിരുന്നു. പക്ഷേങ്കിലും പിന്നെ അത് ചുറ്റി നോക്കിയപ്പോഴാണ് ഇതിൻ്റെ പ്ലീറ്റും കാര്യങ്ങളൊന്നും സെറ്റ് ആവുന്നില്ല കേട്ടോ. ഭയങ്കര എല്ലാം കൂടെ മൊത്തം ഭയങ്കര ഇടങ്ങേറായി എന്ന് പറയാം. അപ്പം പിന്നെ വിചാരിച്ചു എന്തായാലും ആ ഒരു സംഭവം അങ്ങ് കട്ട് ചെയ്യാമെന്ന്. പിന്നെ സമയം നല്ല ലേറ്റ് ആവുന്നുണ്ട് കേട്ടോ. ഇപ്പം തന്നെ ഏകദേശം 11 മണിയായിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ ആക്കിയെടുക്കണമല്ലോ. അപ്പോൾ എനിക്കറിയുന്ന പോലെയൊക്കെ ഞാനത് അങ്ങോട്ട് സെറ്റാക്കി എടുക്കുകയാണേ. എങ്കിലും ലാസ്റ്റ് ഇതിനൊരു ട്വിസ്റ്റ് ഉണ്ട് കേട്ടോ. അവസാനം ഒരു മണിക്കൂർ ഞാനിതുമേൽ പണിതിട്ടുണ്ട് കേട്ടോ. ആ പണിതതൊക്കെ എങ്ങനെയാണെന്ന് നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. പണിതത് പിന്നീടാണ് എനിക്ക് തെറ്റായിപ്പോയെന്ന് വിചാരിച്ച് എന്താ പറയുക, ഒരു അബദ്ധം പറ്റിയതാണെന്നുള്ളതിൽ മനസ്സിലായത് കേട്ടോ. അപ്പം ഇക്കയുടെ അമ്മ സാരി ഉടുക്കാറുണ്ട്. അപ്പം ഇക്ക ഏകദേശമൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. ആ ഒരു പല്ല് വരണത് നീ ഇട്ടത് മാറിപ്പോയിട്ടുണ്ട്, സൈഡ് മാറിപ്പോയിട്ടുണ്ടെന്നൊക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കിതാണ് എൻ്റെ കംഫർട്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ അതിൻ്റെ പല്ലു തിരിച്ചിട്ടു കേട്ടോ. അപ്പം സാധാരണ നമ്മൾ ഇടത് സൈഡിലാണ് ഇടാറല്ലേ, അങ്ങനെയാണെന്ന് തോന്നുന്നു. അപ്പം എനിക്കിതിൻ്റെ ABCD അറിയാത്തത് കൊണ്ട് ഞാനത് വലത് സൈഡിലിട്ടു കേട്ടോ. പക്ഷേങ്കിലും അത് ഞാൻ വിചാരിച്ചു അധികം ആർക്കും മനസ്സിലാവുണ്ടാവില്ല എന്ന്. ഞാൻ വിചാരിച്ചു എനിക്ക് എന്താ പറയുക, ഞാനങ്ങനെ സാരി എനിക്ക് പെട്ടെന്ന് തന്നെ ആരെങ്കിലും സ്റ്റൈൽ ചെയ്ത് വേറെ ഇത് വന്നാൽ തന്നെ അതിൻ്റെ പല്ലു അങ്ങനെ കാര്യങ്ങളൊന്നും ഞാൻ ശ്രദ്ധിക്കാറില്ല. ഏത് സൈഡിലേക്കാണ് വരാറൊന്നും ഞാൻ ശ്രദ്ധിക്കാറില്ല. അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ച ആർക്കും മനസ്സിലാവുണ്ടാവില്ല എന്ന്. പക്ഷേങ്കിലും വന്നപ്പോഴേ എല്ലാവർക്കും മനസ്സിലായിട്ടോ. പെട്ടെന്ന് തന്നെ എല്ലാവരും സംഭവം മനസ്സിലാക്കിയിട്ടുണ്ട്. ഒരുപാട് തവണ അതിൻ്റെ പ്ലീറ്റും കാര്യങ്ങളൊക്കെ എടുത്ത ശേഷം അവസാനം സമയം കുറേ ആയി കേട്ടോ. അപ്പോൾ ഇക്ക പറഞ്ഞു മതി ഇനി നമുക്ക് പോകാമെന്ന്. അങ്ങനെ എല്ലാം കൂടി ഒരുവിധം എന്താ പറയുക ചുരുട്ടി മടക്കി അങ്ങ് സെറ്റാക്കി വെച്ചു. ഇനിയിപ്പോൾ സെറ്റായിട്ടില്ലെങ്കിൽ ഇവിടെ വന്നിട്ട് ആരൊക്കെ ഉണ്ടെങ്കിലും സെറ്റാക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങ് കൊണ്ടുവന്നു. അപ്പോൾ നമ്മുടെ പ്രോഗ്രാമൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അടിപൊളി ഡാൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ.
കോപ്പിറൈറ്റ് വരുന്നത് കൊണ്ട് സോങ് ഞാൻ അങ്ങ് ഒഴിവാക്കിയിട്ടുണ്ട്. പിന്നെ മ്യൂസിക്കൽ ചെയറും കാര്യങ്ങളൊക്കെ കുട്ടികൾക്കൊക്കെയുള്ള ഒരുപാട് ഗെയിംസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ പ്രൈസ് കിട്ടിയത് എൻ്റെ മോൾക്കാണ്. അവൾക്കാണെങ്കിൽ ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. ഗിഫ്റ്റ് കിട്ടിയതിൻ്റെ ആ ഒരു എക്സൈറ്റ്മെൻറ്റ് ഭയങ്കരമായിരുന്നു. നമ്മുടെ മ്യൂസിക്കൽ ചെയറിൽ എനിക്കങ്ങനെ എന്താ പറയുക, ഒരുപാട് ഇങ്ങനെ നമ്മളിങ്ങനെ റൗണ്ട് ചെയ്യുമ്പം എനിക്ക് പെട്ടെന്ന് തല ഉറങ്ങും കേട്ടോ. നിങ്ങൾക്ക് ഇങ്ങനെ ഉണ്ടാവാറുണ്ടോ? അപ്പോൾ ഇതാ നമ്മുടെ ഫുഡ് പരിപാടികൾ തുടങ്ങിയിട്ടുണ്ട്. നമ്മളെപ്പോലും ബിരിയാണിയും കാര്യങ്ങളൊക്കെ കഴിക്കുന്നതുകൊണ്ട് ഈ സദ്യ എപ്പോഴും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് കേട്ടോ. കൊല്ലത്തിൽ എന്താ പറയുക, കിട്ടിയാൽ കഴിക്കാൻ പറ്റുന്ന ഒരു സംഭവമാണല്ലോ. അപ്പോൾ എനിക്കിത് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ ഞാനിത് മുമ്പ് ഒരു തവണ വീട്ടിലുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ, എല്ലാ ഐറ്റവും വെച്ച്. പക്ഷേ വന്ന ഒട്ടും കഴിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എല്ലാം കൂടെ ഉണ്ടാക്കി ക്ഷീണിച്ചു. പിന്നെ ഇതാ ഇനിയിപ്പം അടുത്ത ഗെയിംസും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പ്രോഗ്രാമൊക്കെ പെട്ടെന്ന് തീർക്കണം. നമുക്ക് വൈകുന്നേരം വരെയുള്ള ടൈമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം പെട്ടെന്ന് നമ്മുടെ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കാനുള്ള ശ്രമത്തിലാണ്. സദ്യയിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഐറ്റം ഏതാണ്? എനിക്കിഷ്ടം പായസമാണ് കേട്ടോ. പായസം എനിക്ക് എത്ര കുടിച്ചാലും എന്താ പറയുക, എനിക്കതിനോട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നമുക്ക് ചിലപ്പം അടുത്ത് കാണും, എന്നാലും എനിക്ക് പിന്നെയും കിട്ടിയ എന്താ പറയുക, ഒരു ഇഷ്ടം, അതിനോട് എന്തോ ഒരു ഇഷ്ടമാണ്. ഞാൻ നേരത്തെ സാരിയുടെ റേറ്റ് പറയാമെന്ന് പറഞ്ഞിരുന്നല്ലോ. അപ്പം 350 ആണ് നമ്മുടെ സാരിയുടെ റേറ്റ്. അപ്പോൾ നമ്മുടെ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ നല്ല കളർഫുള്ളായി കഴിഞ്ഞു കേട്ടോ. അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. പിന്നെ നിങ്ങളുടെ സപ്പോർട്ട് എന്തായാലും വേണം. അപ്പോൾ അടുത്ത വീഡിയോ വരും വരെ എല്ലാവർക്കും ബൈ. താങ്ക് യു.